ചാനൽ. ഈ ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും എപ്പോഴും ഒരു കൺഫ്യൂസിങ് ഫാക്ടർ തന്നെയാണല്ലേ. അപ്പോൾ എനിക്ക് DMസിലും കമൻസിലും ഒക്കെ ഒത്തിരി വരാറുള്ള ഒരു ചോദ്യമാണ്, കുറേ പ്രൊഡക്ട്സ് തന്നിട്ട് ചേച്ചി ഇതൊന്ന് റിവ്യൂ ചെയ്ത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ കുറേ കണ്ടപ്പോൾ വാങ്ങണം, അതേപോലെ തന്നെ എനിക്കതിൻ്റെ പ്രൈസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. എന്തായാലും ഈ ഒരു ഐറ്റം വാങ്ങണം. ഓൾസോ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. യെസ്, അതാണ് യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും അത് വാങ്ങിയിട്ടൊന്ന് റിവ്യൂ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് അഗാരോൻ്റെ 6-in-1 ഹെയർ സ്റ്റൈലർ. സോ ഞാൻ അതിൻ്റെ ഒരു എന്തൊക്കെ മേടിച്ചു എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ 6 ഹെയർ സ്റ്റൈലേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഹെയറിനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മൊത്തത്തിൽ കാണുക. അഗാരോ 6-in-1 മൾട്ടി ഹെയർ സ്റ്റൈലറിൽ 1200 വാട്ട് ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്. RPM കൂടുതലായതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് ഹെയർ ഡ്രൈ ആവുന്നത്. ഇതിൻ്റെ ഈ ഒരു അയോണിക് ടെക്നോളജി കാരണം നമ്മുടെ ഹെയർ ഒക്കെ സ്മൂത്തർ, ഷൈനിയർ, പിന്നെ ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യും കേട്ടോ. ഓൾസോ ഇതിന് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ നന്നായിട്ടുണ്ട്. ഹീറ്റ് ഓവർ ആകുമ്പോൾ ഇത് ഓൾറെഡി അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. സോ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും അയോണിക് ടെക്നോളജി ഇതിൻ്റെ നമ്പർ 1 ഫീച്ചറാണ്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ ഹെയർ ഡ്രൈയിങ് നോസൽ. ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഹെയറിനെയൊക്കെ ഡ്രൈ ചെയ്യാം. നെക്സ്റ്റ് വൺ വോളിമൈസിങ് കോമ്പാണ്. ഇത് നമ്മുടെ ഹെയറിന് നല്ല തിക്കായിട്ട് വോളിയമായിട്ട് കിടക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു കൂൾ ടു ടച്ച് ടിപ്പ് ഉണ്ട്. അതിൽ ടച്ച് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഹെയർ കംപ്ലീറ്റ് വോളിയമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് കോമ്പിംഗ് ബ്രഷ്. കോമ്പിംഗ് ബ്രഷിന്റെ യൂസ് എന്ന് പറയുമ്പോൾ ഹെയർ കോംപ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ഫ്രിസി ഹെയർ ഒക്കെ ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്മൂത്തനിങ് ബ്രഷ്. ഇത് ഹെയർ നല്ല സ്മൂത്തൻഡ് ആക്കും, ലൈക്ക് ഒരു സ്ട്രെയിറ്റൻഡ് ഫിനിഷ് തരും. ആൻഡ് ഫൈനലി 2 ഡയറക്ഷണൽ എയർ റാബ് നോസൽ. ഒരെണ്ണത്തിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആരോ കാണാൻ പറ്റും, മറ്റേതിൽ റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് കേൾസിന്റെ ഡയറക്ഷൻസ് ആണ്. അതായത് ഇൻവേർട്ട് കേൾസ് ആണോ ഔട്ട്വേർഡ് കേൾസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നോസൽസ് സെലക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി ഇതാണ് ഇതിന്റെ മെയിൻ ബോഡി. ഇതിൽ 3 കൺട്രോൾസ് ആണ് വരുന്നത്: പവർ ബട്ടൺ, സ്പീഡ് ബട്ടൺ ആൻഡ് ഹീറ്റ് ലെവൽ ബട്ടൺ. പവർ ബട്ടണിൽ 1.5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്റ്റൈലർ ഓൺ ആവും കേട്ടോ. ആൻഡ് ഹീറ്റ് കൺട്രോളിൽ 3 ലെവൽസ് ആണ് വരുന്നത്: ബ്ലൂ ഫോർ ലോ, പിങ്ക് ഫോർ മിഡിൽ ആൻഡ് റെഡ് ഫോർ ഹൈ. അതേപോലെ തന്നെ സ്പീഡിലും ബ്ലൂ ലോ സ്പീഡിനും പിങ്ക് ഒരു മിഡിൽ സ്പീഡിനും റെഡ് ഹൈ സ്പീഡിനും. ആൻഡ് ഒരു 3 സെക്കൻഡ്സ് നമ്മൾ പവർ ബട്ടണിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓഫ് ആവുകയും ചെയ്യും. ആൻഡ് ഈ ഒരു പവർ കോഡിൽ വരുന്ന 360 ഡിഗ്രി സ്വിവൽ കണ്ടില്ല, അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് ഡാമേജോ ഒന്നും തന്നെ വരില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഓൾസോ എയർ ഇൻജൽ ഫിൽറ്റർ ഉണ്ട്. ഇത് നമുക്ക് വൊക്കേഷണലി ക്ലീൻ ചെയ്യാനും പറ്റും. ഓരോ അറ്റാച്ച്മെന്റ്സും ഇതുപോലെ അൺലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ മതി. വളരെ ഈസിയാണ് ഓരോ അറ്റാച്ച്മെന്റ്സും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഹെയർ ഡ്രൈയിങ്. ആദ്യം ഈ ഡ്രയർ യൂസ് ചെയ്ത് നന്നായിട്ട് ഹെയർ ഒരു 80% വരെയാണ് ഞാൻ ഡ്രൈ ചെയ്യുന്നത്. ഞാനൊരു മീഡിയം ലെവൽ ഹീറ്റിൽ ആൻഡ് ഹൈ സ്പീഡിലാണ് യൂഷ്വലി ഞാൻ ഹെയർ ഡ്രൈ ചെയ്യുന്നത്. എനിക്കൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടാറുണ്ട്. ബട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അത്ര ടൈം പോലും എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 80% ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രയർ യൂസ് ചെയ്തിട്ട്. ഇത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഒരു 80% ഡ്രൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുകയാണ്. കാരണം അടുത്ത് നമുക്ക് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം വെറുതെ നമ്മൾ ഹെയർ ലോസ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ ഏത് ഹെയർ ബ്രഷ് യൂസ് ചെയ്താലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ മുടിയുടെ ഒക്കെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്ത് ഹീറ്റിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കോമ്പിംഗ് ബ്രഷ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഹെയർ കോംപ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിനെ ഡ്രൈ ആക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്യാൻ ഒരു പാടുമില്ല. നമ്മൾ യൂഷ്വലി കോംപ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് കോംപ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഒരു സൈഡാണ് കോംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, ഒരു ചെറിയൊരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് കിട്ടും. ഈ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടെ ചെയ്യാം. സോ ഗൈസ്, ഇതെന്ന് പറയുന്നത് ഹെയർ വോളിമൈസർ ആണ്. അപ്പോൾ നമുക്ക് തിക്നെസ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ, താഴെ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല വോളിയമായിട്ട് നമ്മുടെ ഹെയർ കിടക്കും, നല്ല തിക്കായിട്ട് കിടക്കും. സോ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ്. കാരണം എൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ ഇവിടെ ഞാൻ എപ്പോഴും പൊക്കി വെക്കാറുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. എൻ്റെ ഫേസ് കുറച്ച് ചബ്ബിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് പൊക്കി വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും അതെങ്ങനെ പൊക്കി വെക്കുന്നത്. ഇതാണ് എൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനത് അവിടെ ഒന്ന് ബൗൺസ് ചെയ്ത് വെക്കാനുള്ള ഒരു തിക്നെസ് ഉണ്ടാക്കുന്നത്.
സോ ഗൈസ് കണ്ടില്ലേ, ഈ ഒരു ബൗൺസിങ് ഇങ്ങനെ ഒരു എഫക്റ്റ് തരാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണെങ്കിൽ അങ്ങനെ, ഫുൾ ഹെയർ ആണെങ്കിൽ അങ്ങനെ, വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. എനിക്കിഷ്ടമായി. സോ ഗൈസ് ഫൈനലി എൻ്റെ ഡ്രീം പ്രൊഡക്റ്റാണിത്. ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് കുറേ ഉപയോഗിച്ച് നോക്കിയായിരുന്നു ആൻഡ് ദ റിസൾട്ട്സ് ആർ റിയലി അമേസിങ്. ഇത് കണ്ടോ, ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടുള്ള കേളറാണ്. ഇത് നമുക്ക് ഇൻവേർഡ് കേൾസ് ആൻഡ് ഔട്ട്വേർഡ് കേൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ലെഫ്റ്റ് ടു റൈറ്റും ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇൻവേർഡ് കേൾസ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് നോസിൽസ് ആണ് ഇതിൽ വരുന്നത്. ഇൻവേർഡ് കേൾസ് എന്ന് പറയുമ്പോൾ കേൾസ് ഒക്കെ ഉള്ളിലോട്ടുള്ള ഡയറക്ഷനിലും ഔട്ട്വേർഡ് കേൾസ് എന്ന് പറയുമ്പോൾ പുറത്തോട്ടുള്ള ഡയറക്ഷനിലും ആയിരിക്കും. സോ ഈ റൈറ്റ് ടു ലെഫ്റ്റ് നോസിൽസ് റൈറ്റ് സൈഡിലെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻവേർഡ് കേൾസും, ലെഫ്റ്റ് സൈഡിലെ ഹെയർ യൂസ് ചെയ്യുമ്പോൾ അത് ഔട്ട്വേർഡ് കേൾസും ആവും. സെയിം ആണ് ലെഫ്റ്റ് ടു റൈറ്റ് നോസിൽസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതും. വളരെ സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ ആൻഡ് വളരെ എഫേർട്ട്ലെസ് ആണ്. ഹെയറിന്റെ ടിപ്പ് ഇങ്ങനെ നോസിൽസിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ അതിൽ റാപ്ഡ് ആവും ആൻഡ് ഒരു 15 to 20 സെക്കൻഡ്സ് പോലും വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേൾസും ആവും. ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ സ്പ്രേയും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പെർഫെക്റ്റ്. സോ ഗൈസ് ഇതിപ്പോ ഇൻവേർഡ് കേൾസ് ആണ് നമ്മൾ ചെയ്തത്, കണ്ടില്ലേ ഇങ്ങനെ ഇൻവേർഡ് ആയിട്ട്. ഇത് നമുക്ക് ഔട്ട്വേർഡ് കേൾസ് ചെയ്യാവേ. ഇതിങ്ങനെ ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് മാറ്റാം ആൻഡ് സെയിം ഇങ്ങനെ വെച്ചിട്ട് ലോക്കായി. ഇപ്പൊ ചെയ്തത് ഇൻവേർഡ് കേൾസ് ആണ്. റൈറ്റ് സൈഡിലെ ഹെയറിൽ ഇൻവേർഡ് കേൾസ് ആണ് ചെയ്തത്. ഇനി റൈറ്റ് സൈഡിലെ ഹെയറിൽ ഔട്ട്വേർഡ് കേൾസ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യേണ്ടത്. അത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഔട്ട്വേർഡ് കേൾസ് ആണ്. സെയിം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇൻവേർഡ് കേൾസ് കിട്ടും. ഫൈനലി ലുക്ക് ഒന്ന് കണ്ടാലോ. സോ ഗൈസ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത്രയും ഭംഗിയായിട്ടുള്ളത് ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഗൈസ് ഞാൻ ഈ സ്മൂത്ത് മാത്രം യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചില്ല, കാരണം ഓൾറെഡി എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം അറിയാവോ എന്ന് അറിയാത്തതുകൊണ്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കേൾ ചെയ്ത് കഴിഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കേൾ ചെയ്ത ഹെയറിൽ ഞാനത് സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഇച്ചിരി കേളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ആക്ച്വലി ഇത് ലോങ് സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്പ്രേയോ കാര്യങ്ങളോ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ, ഹെയർ സ്പ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടൈം ലാസ്റ്റിങ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാധാ ഹെയറിൽ ഒരു സ്പ്രേ പോലും യൂസ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണിച്ചു തന്നത്. ഗൈസ് കണ്ടില്ലേ, ആ ഒരു വേവി ഹെയറിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ഹെയറിലോട്ടുള്ള ട്രാൻസിഷൻ, അതാണ് യൂസ്. സോ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്തേക്കാം. ഞാൻ ലൈവായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മേടിച്ചപ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.